ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എന്ത് പറയുന്നു എല്ലാവരും? സുഖമായിട്ടിരിക്കുന്നോ? ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട്. ഇന്ന് ഒരു ചെറിയ ഡെസേർട്ട്, സ്വീറ്റ് ആഫ്റ്റർ ദ ലഞ്ച് എന്തെങ്കിലും ഒന്ന് കഴിച്ച് കളയാമെന്ന് വിചാരിച്ചു. സാധാരണ ഞങ്ങൾ വെനെവർ അവൈലബിൾ ഞങ്ങൾ മാംഗോ, യോഗേർട്ട്, പഴം ഇതെല്ലാം കൂടി ചേർത്തിട്ട് മിക്സിയിൽ അടിച്ചിട്ട് വിത്ത് ശർക്കര അത് പലപ്പോഴും കഴിക്കാറുണ്ട്. ഇന്ന് ഞാൻ വിചാരിച്ചു, ഈ പെർസിമൺ നിങ്ങളെല്ലാവരും കണ്ടു കാണുമായിരിക്കും. ഓറഞ്ച് കളറല്ല, അതിൻ്റെ പൾപ്പ് സ്വീറ്റ് ആയിരിക്കും വെൻ ഇറ്റ് ഈസ് റൈപ്പ്. അൺറൈപ്പ് ആകുമ്പോൾ ഒരു ആസ്ട്രിജൻ്റെ ഒരു കയ്പ്പ് അല്ലെങ്കിൽ ഒരു കറ പോലൊരു നാക്കിൽ അനുഭവപ്പെടും. സോ റൈപ്പ് ആണെങ്കിൽ മാത്രമേ അത് കഴിക്കാനൊരു അതിന് രുചി കാണത്തുള്ളൂ. സോ അത് മാംഗോ, അത് ബനാന, യോഗേർട്ട് ആൻഡ് ശർക്കര, നട്ട്സ് ഉണ്ടെങ്കിൽ അതും കൂടി ആഡ് ചെയ്യാം. അതെല്ലാം കൂടി മിക്സിയിൽ അടിച്ചിട്ട് we can make a sort of dessert like. അതിനകത്ത് ഡെക്കറേറ്റ് ചെയ്യാൻ നമുക്ക് പൊമഗ്രാനേറ്റ് യൂസ് ചെയ്യാം. സോ ലെറ്റ്സ് സീ ഇതെങ്ങനെ ടേൺ ഔട്ട് ചെയ്യും. ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. വിത്ത് മാംഗോ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. ഇറ്റ് കെയിം ഔട്ട് ടു ബി എ ഗുഡ് ഡെസേർട്ട്. മാംഗോ മൂസ് അങ്ങനെയൊക്കെ പറയാറുണ്ടല്ലോ. സോ ഐ മെയ്ഡ് ഇറ്റ് ആൻഡ് അത് കുഴപ്പമില്ലാതെ എല്ലാവരും എന്ന് പറഞ്ഞിരുന്നു. സോ ലെറ്റ്സ് മേക്ക് ഫോർ ദിസ് വൺ ഓൾസോ. നമുക്ക് കണ്ടു നോക്കാം. ഇതായി പെർസിമൺ. നമ്മുടെ ഒരു ടൊമാറ്റോ പോലെ ഇരിക്കും കാഴ്ചയിൽ, ഓറഞ്ച് ഇൻ കളർ. പിന്നെ ഇതിൻ്റെ ഫ്ലഷ് നല്ല ഫൈബ്രസാണ്. അതിൻ്റെ കൂടെ ഞാൻ പൊമഗ്രാനേറ്റ് എടുത്തിട്ടുണ്ട്. ആൻഡ് ഞാൻ കുറച്ച് ബനാന അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കുറച്ച് ശർക്കരയും കുറച്ച് ഡേറ്റ്സ്, ഈത്തപ്പഴവും പിന്നെ കുറച്ച് കപ്പലണ്ടി വറുത്തിട്ട് എടുത്തിട്ടുണ്ട്. ഈ സാധനം മറന്നുപോയി, യോഗേർട്ട് എടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്യാം. കുറച്ച് തൈരിൻ്റെ കുറവുണ്ട്, സോ കുറച്ചുകൂടെ തൈരിടാം. നമുക്കിത് വേണമെങ്കിൽ ഓട്സും കുറച്ച് യൂസ് ചെയ്യാം. ഞാൻ ഓട്സും കുറച്ച് യൂസ് ചെയ്തിട്ടുണ്ട്. തുറന്ന് നോക്കാം ഇരിക്കുന്നു. ഓക്കെ, ഗുഡ്. ഈ ടെക്സ്ചറിൽ അത് കിട്ടുന്നത് നമുക്ക്. ഇത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. സംഭവം കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്.
നല്ല ടേസ്റ്റ്. ആ പെർസിമണിൻ്റെയും ശർക്കരയുടെയും ഞാൻ കുറച്ച് കാർഡമം ഇട്ടായിരുന്നു, അതിൻ്റെ സ്മെല്ലും ഒക്കെ നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. എനിക്ക് മാംഗോനേക്കാളും ഇഷ്ടപ്പെട്ടു. പിന്നെ ഇവിടെ മധുരം കുറച്ച് കുറവാണ് യൂസ് ചെയ്യുന്ന എല്ലാവരും. കുറച്ചുകൂടെ മധുരം ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് വരും. സംഭവം കൊള്ളാം കേട്ടോ. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഓക്കെ ദെൻ, ടേക്ക് കെയർ. ഇനിയും എനിക്കിഷ്ടപ്പെട്ട് ഇനി വീട്ടിലുള്ളവർ ബാക്കിയുള്ളവർക്കും ഇഷ്ടപ്പെടുകയില്ലയോ എന്ന് നോക്കാം. അവർക്ക് കൊടുത്തിട്ട് ഞാൻ അവരുടെ അഭിപ്രായം കൂടി എടുക്കാം. ഓക്കെ ദെൻ. ഉച്ചക്കത്തെ ഭക്ഷണമാണ്. അങ്ങനെ ആൾക്കാർ എത്തി, സംഭവം റെഡി. ഓക്കെ, സംഭവം കൊള്ളാം. നമുക്ക് ഇഷ്ടമായോ? ഈ രണ്ടുപേരും എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണെന്ന് പറയാമോ? സംഭവം നമുക്ക് ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ? സംഭവം ഇഷ്ടപ്പെട്ടിരുന്നത് സ്വല്പം പൊടി പൊടി പോലെ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ഉണ്ടെന്ന് അറിയാം? ഓട്സ് ഉണ്ട്, അനാർസുണ്ട്. നമുക്ക് സംഭവങ്ങൾ നല്ല ഫില്ലിംഗ് ആട്ടോ. പെർസിമോൻ 3 ഒരു 4 സ്പൂൺ ഓട്സ്, ഒരു ഏത്തയ്ക്ക, ഒരു 1/2 കപ്പ് യോഗേർട്ട്. സോറി, ഏത്തപ്പഴം, പഴുത്ത ഏത്തപ്പഴം. ആൻഡ് യോഗേർട്ട് 1/2 കപ്പ്. പിന്നെ ഒരു മാംഗോ മൂസൊക്കെ അന്ന് ഞാൻ ഉണ്ടാക്കുന്ന മാതിരി തോന്നിക്കുന്നില്ല. പിന്നെ ജസ്റ്റ് ഡെക്കറേഷൻ മാത്രം ഞാൻ കുറച്ച് ഡേറ്റ്സ് ഇട്ടിട്ടുണ്ട്, കുറച്ച് പൊമഗ്രാനേറ്റ്. പക്ഷെ എനിക്ക് തോന്നുന്നു മാംഗോനേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടു. So successful.
ഈ ആക്ച്വലി വേറൊരു കാര്യം കൂടെ അറിയാമോ ഇതിനകത്ത്? ചൂടത്ത് ചൂടത്ത് വേറൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഈ പെർസിമോ എന്ന് പറയുന്ന ആ ഫ്രൂട്ട് നമ്മുടെ ഇവിടെ അറിയപ്പെടുന്നത് കാക്ക ഫ്രൂട്ട് അല്ലെ കാക്കി, അങ്ങനെ കാക്കി ഫ്രൂട്ട് എന്നറിയപ്പെടുന്നത്, വിച്ച് ഈസ് റിച്ച് ഇൻ വിറ്റാമിൻ സി ആൻഡ് ആന്റി ഓക്സിഡൻസ്. ഇറ്റ്സ് എ സ്മോൾ ഇൻഫർമേഷൻ വിച്ച് ഐ ഗോട്ട് ഫ്രം ഗൂഗിൾ. പക്ഷെ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഈ കാക്ക ഫ്രൂട്ട്, കാക്കി ഫ്രൂട്ട് എന്നൊക്കെ ചോദിച്ചാൽ വാങ്ങിച്ചോണ്ട് വരാറുമുണ്ട്. പക്ഷെ ഇപ്പൊ ഇത് അതുപോലെ ഇതിന്റെ കൂടുതലും വരുന്നത് നവംബർ ടു ഡിസംബർ ആ സമയത്താണ്. കഴിക്കട്ടെ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ. കട്ട്.